നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2028 കോപ്പ അമേരിക്കയ്ക്കും 2030 വേൾഡ് കപ്പിനുമായുള്ള ബ്രസീൽ ടീമിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അതിനായിട്ട് ടീമിനെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പോകുന്നു. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാർലോ അഞ്ചലോട്ടി ബ്രസീലിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ടീമിനോടൊപ്പം ബ്രസീലിലേക്ക് എത്തിയിരുന്നില്ല, മറിച്ച് അദ്ദേഹം കാനഡയിലായിരുന്നു. അവിടെ നിന്നിപ്പോൾ ബ്രസീലിലേക്ക് എത്തി അടുത്ത സൈക്കിളിനുള്ള പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഒഫീഷ്യലി കോച്ചിൻ്റെ പ്രസ്താവനയൊക്കെ വന്നു കഴിഞ്ഞു. CBF തന്നെ ഇക്കാര്യം അറിയിക്കുകയാണ്. CBF വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിലടുത്ത വേൾഡ് കപ്പ് സൈക്കിളിനെ കുറിച്ച് കോച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വി വിൽ ബിഗിൻ അസംബ്ലിങ് എ ന്യൂ ടീം. നമ്മളൊരു പുതിയ ടീമിനെ അസംബിൾ ചെയ്തുകൊണ്ട് ആരംഭിക്കും, പുതിയ ടീമിനെ ഒരുക്കും. അതുപോലെ തീർച്ചയായിട്ടും ഒബ്സർവിങ്, ടെസ്റ്റിംഗ് യങ് പ്ലെയേഴ്സ്, പുതിയ താരങ്ങളെ, യുവതാരങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. അതേസമയം കുറച്ച് താരങ്ങൾ, ഇപ്പോൾ വേൾഡ് കപ്പിനൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് താരങ്ങൾ നിലനിർത്തും. അവർക്ക് സ്റ്റിൽ ദേശീയ ടീമിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കുറച്ച് താരങ്ങൾ നിലനിർത്തും. അതേസമയം ബാക്കി പുതിയ താരങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ടീം ഒരുക്കുകയാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ബ്രസീലിൻ്റെ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. റോഡ്രിഗോ കെയ്റ്റാനോ, അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജനറൽ കോർഡിനേറ്റർ, അതോടൊപ്പം തന്നെ സിസേഡോ സൗസ, ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജനറൽ മാനേജർ, പിന്നെ യുവാൻ സാൻഡോസ്, അദ്ദേഹം ടെക്നിക്കൽ കോർഡിനേറ്ററാണ്, ക്രിസ്ത്യൻ ന്യൂനസ് ഫിസിക്കൽ പ്രിപ്പറേഷൻ കോർഡിനേറ്ററാണ്, ബ്രൂണോ ബാക്യുറ്റെ, അതുപോലെ തോമസ് അറോഹോ പെർഫോമൻസ് അനലിസ്റ്റുകളാണ്, ഗുയർമെ പസോസ് സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ സെർജിയോ ഡിമാസ് ജനറൽ സൂപ്പർവൈസർ, ഇങ്ങനെയുള്ളവരൊക്കെ ചേർന്നുകൊണ്ടൊരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. 2026 വേൾഡ് കപ്പിൽ ടീമിൻ്റെ പ്രകടനത്തെയും മറ്റുമൊക്കെ അവർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. കൃത്യമായിട്ട് റോഡ്രിഗോ കെയ്റ്റാനോയും പറയുന്നുണ്ട്. അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ്, അതുപോലെ തന്നെ അടുത്ത കോപ്പ അമേരിക്ക, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ യൂത്ത് ടീമിനെ സീനിയർ ടീമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യം കൂടി വെക്കുന്നുണ്ട്. അത് കോച്ച് വന്നത് മുതൽ പറയുന്ന കാര്യമാണ്. യൂത്ത് ടീമിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള പ്ലാനുകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രസീലിയറോ സിരിയയിലെയും കോപ്പ ഡു ബ്രസീലിലെയും ഒക്കെ മത്സരങ്ങൾ നിരീക്ഷിക്കാൻ അഞ്ചലോട്ടിയും സംഘവും ഇനി ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ ഇൻ്റർനാഷണൽ ബ്രേക്ക്. ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 3 അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീൽ കളിക്കും എന്നുകൂടി CBF ഇവിടെ കൺഫേം ചെയ്യുന്നു. നവംബറിൽ ഒരു മത്സരം കൂടി കളിക്കും എന്നുമാണ് അവർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 2030 വേൾഡ് കപ്പിനുള്ള ക്വാളിഫയേഴ്സ് മത്സരങ്ങൾ അടുത്ത വർഷം 2ാം പകുതിയിലായിരിക്കും ആരംഭിക്കുക എന്നും 2028 കോപ്പ അമേരിക്ക അത് നടക്കാൻ പോകുന്നത് 49ാമത്തെ എഡിഷനായിരിക്കും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് നടക്കാൻ പോകുന്നത് എന്നുകൂടി CBF വ്യക്തമാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങുന്നു എന്നുകൂടി CBF അറിയിക്കുമ്പോൾ ബ്രസീലിൻ്റെ ആരാധകർ പുതിയൊരു തുടക്കത്തിൽ പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.